കളങ്കാവൽ ഗംഭീര അഭിപ്രായം നേടി മുന്നേറുന്നു. ഏത് സിനിമ ഇറങ്ങുമ്പോഴും ഗംഭീര സിനിമ ഇറങ്ങും. 90% പേരും നല്ലതെന്ന് പറയുന്ന പടമാണ് ആൾക്കാര് സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവെന്ന് പറയുന്നത് അതിന്റെ കളക്ഷനാണ്. എന്നാൽ ആ സിനിമയെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്ന ഒരാളും അതിഗംഭീര സിനിമയെ അല്ലെങ്കിൽ ഗംഭീര സിനിമയെ മോശമായിട്ട് പറയുന്നത് വളരെ കുറവാണ്. ചിലരൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നത് ഭയങ്കര മോശമായിട്ട് പറയുന്നത് സിനിമയെ കൊള്ളത്തില്ല, കാസ്റ്റിംഗേ കൊള്ളത്തില്ല, മമ്മൂട്ടിയുടെ കാസ്റ്റിംഗ് മോശമായി, വിനായകന്റെ കാസ്റ്റിംഗ് മോശമായി, എല്ലാം കൊണ്ടും പടം മോശമായി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ മോശകരമായ ഒരു റിവ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയും കാരണം ഇവരൊക്കെ കണ്ടുപിടിക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള റിവ്യൂ ആരായാലും സിനിമ കണ്ട് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അല്ലെ, നമ്മൾക്കൊക്കെ തെറ്റാം, ആർക്കും തെറ്റ് പറ്റാം. പക്ഷെ അട്ടപടലം മോശം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗംഭീര സിനിമ മോശം എന്ന് പറയുമ്പോൾ അത് ഇപ്പം തുടരും ഗംഭീര സിനിമയാണ്, അത് ഗംഭീരമായിട്ട് വെറും കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ പാകപ്പിഴകൾ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ എന്നെ അന്തം വിട്ടുപോയത് ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പുള്ളി പറയുന്ന രോമാഞ്ചിഫിക്കേഷൻ ഒരു വീഡിയോ ഉണ്ട്. ഇതിപ്പോ ഓൾറെഡി ഇത് വൈറലായിട്ടുണ്ട്. കളങ്കാവലിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. എന്ത് ഗംഭീരമായിട്ടാണ് പുള്ളി ആ സിനിമയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇതിനെക്കാട്ടി കൂടുതൽ വലിയൊരു റിവ്യൂ ഞാൻ ഈ അടുത്തിടയിൽ ഒരു ചാനലിൽ പോലും കണ്ടിട്ടില്ല. അടിപൊളി റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല, സിനിമയെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കിടിലനായിട്ട് സംസാരിക്കുന്ന മനുഷ്യൻ. ഇനി നിങ്ങൾ വീഡിയോ കണ്ടോളൂ. പടം ഒന്നും പറയണ്ട, പൊളിച്ചടിക്ക്. ഇങ്ങനത്തെ സൈക്കോ ഞാൻ കണ്ട പിച്ചക്കാരെ പോലും വെറുതെ വിടുന്നില്ല. ഈ പടത്തിൽ മമ്മൂടെ സൈക്കോ ഒന്നും സഹിക്കും. ഒരു ഇൻട്രോൾ പഞ്ചുണ്ട്, നമ്മൾ രോമിണി ചെയ്യും. ക്ലൈമാക്സൊക്കെ പൊളിച്ചടിക്കേട്ടാ. ആരും അഭിനയിക്കും അപ്പൊ ഇങ്ങനെ ഇതേപോലെ റോള്? ഇപ്പോഴത്തെ നടമാട്ടം പറയും, ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ പറ. ഇത്ര സ്റ്റാർ വാല്യൂ ഇരിക്കുന്ന ആള് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന വിനായകനും ഒന്നും പറയണ, രണ്ടും മരണമാസം അടിപൊളി. ഞാൻ ഒന്നുകൂടെ കയറുന്നത്, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോ, എനിക്ക് നല്ല ഉറക്കമുണ്ട്. പാടം വെച്ചാൽ പാടം വേറെ ലെവലി. അടിപൊളി വെച്ചാൽ അടിപൊളി പടം. ആരും ചെയ്തില്ല ഇങ്ങനെ റോള്. ആരെങ്കിലും ചെയ്യാൻ പറയാം, പകുതി മീശം പിടിച്ച റോട്ടേക്ക് റോഡാം. ഇങ്ങനത്തെ റോള് ആരെങ്കിലും ചെയ്യാൻ പറ. ഈ പ്രായത്തിൽ 73 വയസ്സിൽ ഇങ്ങനത്തെ റോള് ചെയ്യാൻ പറ. ഇത്രയും മീശം പിടിച്ചോളാം ഞാൻ. ഓർത്തും ചെയ്തല്ല, എല്ലാരെയും കുട്ടിയോടുള്ള അഭിനയം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അനങ്ങാതെ മസിലും പിടിച്ച് ഇങ്ങനെയൊക്കെ അഭിനയിക്കണ്ട. കണ്ടില്ലേ വിനായകൻ നായനാട് മമ്മൂട്ടിയില്ലേ? അത് എന്ത് വില്ലൻ, സൈക്കോ, പിച്ചക്കാരെ പോലെ ആള് വെറുതെ വിടുന്നില്ല. അണ്ടരോട് സാധാരണ എനിക്ക് ദേഷ്യമാണ്. മമ്മൂടെ കിട്ടെങ്കിൽ അണ്ടറേം കൊടുക്കാനായി പോകുന്നത്. അതേപോലത്തെ ക്രൂരൻ, എന്ത് ക്രൂര കഥാപാത്രമാണ്. മലയാളത്തിൽ ഇങ്ങനെ വന്നിട്ടാണ് ഇത്ര ക്രൂരമായിട്ട് പടം മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല, വന്നിട്ടുമില്ല ആരും. മുമ്പ് ടീച്ചറെ ബാലൻ ഞാനൊക്കെ ചെയ്യുന്ന പറയും. ഇതൊന്നും അവരൊന്നും